കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം. വചനത്തിനഭിഷേകം. ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ. അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പുത്രാംഗിക്കാരാധന യേശുനാഥ അംഗിക്കാരാധന. പാടാം. ദൈവപുത്രാംഗിക്കാരാധന യേശുനാഥ അംഗിക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അംഗിക്കാരാധന. കരങ്ങൾ വീശി വന്ന് ചേർന്ന് ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. ശ്രമേതി പാടാം. ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. യേശുവേ മഹത്വം മഹത്വം മഹത്വം. കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. കരങ്ങൾ വീശി വന്നിരുന്നു. ഹോസാന ഹല്ലേലൂയ
ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ശക്തിയോടെ ഒന്നുചേർന്ന് സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ജീവിക്കുന്നവനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങയുടെ മഹാമഹിമയ്ക്കായി നന്ദി പറയുന്നു ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ ആദ്യം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ശ്രുതികടെ Hosanna, hallelujah, Hosanna, hallelujah, Hosanna, hallelujah. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ശ്രുതികടെ Hosanna, hallelujah, Hosanna, hallelujah, Hosanna, hallelujah, Hosanna, hallelujah. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗം ഉടമ്പടി ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങളുടെ വിഷമവും വേദനയും പ്രാർത്ഥന 10,000 ഇപ്പോഴേ ഓൺലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറയണത്.
എല്ലാവരും നമ്മൾ ഒറ്റക്കല്ല പ്രാർത്ഥിക്കണം. നമ്മുടെ വിഷയത്തിന് നമ്മുടെ കൂടെ ആയിരങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. ഈ അനുഗ്രഹപരമായ നിമിഷത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ അതീവ വിശ്വാസത്തോടെ ദൈവത്തിരുസന്നിധിയിൽ നിങ്ങളുടെ വിഷമതകളെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇപ്പോൾ സമർപ്പിക്കേണ്ടത്. മൗനമായി പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഇടയാക്കണമേ. ശ്രുതികടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹോസാന ഹല്ലേലൂയ ഹോസാന Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈശോൻ്റെ ജീവിതത്തിലെ, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അഭിഷിക്തരായ ദൈവ മനുഷ്യരുടെ ജീവിതത്തിലെ വളരെ സങ്കടപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ അവർ എങ്ങനെയാണ് അതിനെ എക്സ്പ്രസ് ചെയ്തത്. നമ്മളെ വിഷമതകളെ ദൈവതിരുസന്നിധിയിലേക്ക് സമർപ്പിക്കണ്ടേ? അപ്പോൾ എല്ലാ പ്രാർത്ഥനയിലും വരുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം, പിന്നെ സമർപ്പണം. പ്രാർത്ഥനയുടെ കണ്ടൻ്റ് അതാണ്. ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളല്ല പ്രാധാന്യം. ഈ വിഷയങ്ങളെ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ദൈവിക പുണ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സുവിശേഷ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വിഷയങ്ങൾ ആണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അച്ഛൻ പറയണത്, അതായത് നമ്മൾ എപ്പോഴും ദൈവതിരുസന്നിധി വരുമ്പോൾ നമ്മൾ ദൈവതിരുസന്നിധിയെ സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ അപ്പോഴ് നമ്മുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളുണ്ടാവത്തില്ലേ? ആ വിഷയങ്ങളെയാണ് നമ്മൾ വല്ലാണ്ടിങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോഴെന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങൾ നമ്മൾ അറിയാതെ അവഗണിച്ച് കളയും. എന്താ വെച്ചാൽ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്. ഇപ്പം നമ്മുടെ ജീവിത പങ്കാളി ഗുരുതരമായ ഒരു രോഗത്തിലാണ്. സാധാരണ നമ്മൾക്ക്
നമ്മുടെ മരുന്നും അതുപോലെ തന്നെയുള്ള ആശുപത്രി സംവിധാനങ്ങൾ കൊണ്ടൊന്നും റിക്കവർ ചെയ്യത്തില്ലെന്ന് ഡോക്ടറിൻ്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് വേണേൽ പോകാം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, വേറെ ഹോസ്പിറ്റലിൽ വേണേൽ നോക്കാം എന്ന് പറയണത് എന്താണ് ശരിക്കും? അതിന് നമ്മളെന്താ പറയണത്? കൈ ഒഴിഞ്ഞെന്നാണ് പറയണത് അല്ലേ? ജീവിതത്തിൽ കൈ ഒഴിയണ ഒരു ഭയങ്കര സീരിയസ് വിഷയമാണ് ഈ കൈ ഒഴിയപ്പെടുന്ന അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകും. എപ്പോഴും ഉണ്ടാകുന്ന നിർബന്ധമില്ല. വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പെട്ടുപോകും. ഇങ്ങനെ പെട്ടുപോകുന്ന സമയത്ത് അത് ഈശോയ്ക്ക് ഉണ്ടായിരുന്നത് ഇതുപോലെ. അതായത് ഈശോനെ ആർക്കും കൈ ഒഴിയാൻ പറ്റില്ല, നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യന്മാർക്ക് ആർക്കും കൈ കഴിഞ്ഞാൽ അത് ഏക്കത്തില്ല. അതും ഭയങ്കര രസമാണ്. അതായത് മനുഷ്യന്മാരൊക്കെ ഈശോനെ കൈ ഒഴിഞ്ഞാൽ അങ്ങ് ഏക്കത്തില്ല. അത് ഈശോക്കത് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഈ വലിയവരെന്ന് പറയുമ്പോൾ വലിയവർക്ക് വരാൻ പോകുന്നത് വലിയ പ്രയാസങ്ങളായിരിക്കും. ചെറിയവർക്ക് വരാൻ പോണത് ചെറിയ പ്രയാസങ്ങൾ. ഇതുപോലെ തന്നെ ഈശോയ്ക്ക് വന്നപ്പോൾ എന്നാ വരുന്നത്? ഈശോനെ കൈ ഒഴിഞ്ഞത് ആരാണ്? അപ്പയാണ്. കാര്യം അവസാന നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടുണ്ടേ, യേശുവിൻ്റെ ഏറ്റവും വലിയ പീഡാസഹനം എന്ന് പറയണത് അപ്പ കൈയൊഴിഞ്ഞ പോലെ തോന്നിയതാണ്. അപ്പോൾ ഈശോ എന്നാ ചെയ്തത്? ആ ഒരു മഹാസങ്കടങ്ങളെ ഈശോ അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണത്? ഈശോ തൻ്റെ തല ഇത്രയും നാൾ ഉയർത്തി നിന്നത് എങ്ങനെയാണെന്നറിയാവോ? അപ്പാ എനിക്കുണ്ടെന്നും പറഞ്ഞാണ് തല ഉയർത്തി നിന്നത്. നമ്മളെയൊക്കെ തല ഉയർത്തി നിൽക്കുന്ന പല കാര്യങ്ങളുണ്ടാകും. വ്യക്തികളാകാൻ ചിലപ്പോഴേ അല്ലേ? നമ്മൾ തല ഉയർത്തി നടക്കണത് എന്താണ്? നമുക്ക് ജീവിത പങ്കാളിയുണ്ട്, ജോലിയുണ്ട്, നമുക്ക് മക്കളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, നമുക്കതിന് ജോലിയുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ തല ഉയർത്തിക്കൊണ്ട് നടക്കും. പക്ഷെ ചില സമയത്ത് നമ്മുടെ തല ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കൈ ഒഴിയുന്ന അവസ്ഥ വരും. ഈശോയ്ക്കുണ്ടായിരുന്നതാണ്. ഈശോയെ തല ഉയർത്തിക്കൊണ്ട് നടന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പ എനിക്കുണ്ടെന്നുള്ളൊരു ബോധ്യമാണ്. അത് ഈശോ അത് ഇടയ്ക്ക് പറയുമായിരുന്നു. നിങ്ങൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകുന്ന കാലം വരും. അയ്യോ, നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകുന്ന കാലം വരും, ഏകനായി വിട്ടുപോകുന്ന കാലം വരും. അതൊക്കെ ഈശോ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈശോയുടെ മുമ്പിൽ ചില കാര്യങ്ങൾ ഈശോയുടെ കുരിശ് എന്താണെന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഈശോയോട് പറയാതെ സൂക്ഷിച്ച് വെച്ചിരുന്ന കാര്യങ്ങളാണ് ഈശോയുടെ കുരിശെന്ന് പറയണത്. പറഞ്ഞു മനസ്സിലായോ? ഈശോയുടെ കുരിശ് എന്താണെന്ന് ചോദിച്ചാൽ ഈശോയോട് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാതിരുന്ന കാര്യങ്ങളാണ് ഈശോയുടെ സാക്ഷാൽ കുരിശ്. ഇപ്പം ഈശോ ചില സമയത്ത് പറയത്തില്ലേ, അത് രഹസ്യമാണ്, അത് മനുഷ്യപുത്രന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനായ ഈശോയ്ക്ക് ആ വിഷയം പാസ് ചെയ്ത് കൊടുത്തിട്ടില്ല, വെളിപ്പെടുത്താൻ അനുവാദം കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു സംഭവമാണ് പിതാവ് ഉപേക്ഷിക്കുമെന്ന് പറയുന്ന ആ രഹസ്യമില്ലേ, അത് ഈശോയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്നെങ്കിൽ ഈശോ അങ്ങനെ പറയത്തില്ലല്ല. നിങ്ങളെല്ലാവരും ആ വചനം ശ്രദ്ധിച്ചാൽ മതി. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാമത്തെ വാക്യം. ഇതെന്താണ് വിഷയം? ഇത് ഈശോയോട് പറയാതെ വെച്ചിരുന്ന ഒരു രഹസ്യമാണ്. എന്താണ്? നിങ്ങൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകുന്ന, ഏകനായി വിട്ടും വെച്ച് പോകുന്ന കാലം വരും. 16-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ വചനം. നിങ്ങളെല്ലാവരും എന്നെ ഏകനായി വിട്ടുപോകുന്ന കാലം വരും, എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെയുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചത്? ഇങ്ങനെ നേരത്തെ വെളിപ്പെടുത്താത്ത സംഭവങ്ങൾ
ഇതിന് നമ്മൾ എന്താ പറയണത്? ആകസ്മികം എന്ന് പറയും അല്ലേ? ആകസ്മിക സംഭവങ്ങൾ. ഈ ആകസ്മിക സംഭവങ്ങൾ ആണ് ശരിക്കും പറഞ്ഞാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുരിശ്. നേരത്തെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനും പറ്റത്തില്ല. ഇന്ന സമയത്ത് ഇന്നതുപോലെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രിക്കോഷൻസ് എടുക്കാം അല്ലേ? ഒരു മുൻകരുതൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിലൂടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഒരു മക്കൾ പോലും ജീവിത അവസ്ഥകൾ പോലും ഒരു രാജ്യത്തും കൊടുങ്കാറ്റിനാൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓ അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഈ നിമിഷം ഈശോനോട് മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഈ നിമിഷം ഈശോയോട് രാജ്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ജീവജാലങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് അടങ്ങാൻ കൽപ്പിച്ചവനെ, അങ്ങയുടെ വിശുദ്ധമായ വലതുകരം എല്ലാ രാജ്യങ്ങളുടെ മേലും നിന്നുകൊണ്ട് കാറ്റിന്റെ മേലെ ഉയർത്തിക്കൊണ്ട് ലോകത്തിന് സംരക്ഷണം നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുമതു നിശ്ചയം. മക്കളെ, അനുഗ്രഹത്തിൻ്റെ ഈ നിമിഷങ്ങളിലെ അതീവ സന്തോഷത്തോടുകൂടി പരിശുദ്ധമ്മ ജീവനോടെ നിന്ന് മധ്യസ്ഥം വഹിക്കുന്ന ആരാധനയുടെ നിമിഷം, എൻ്റെ മക്കൾ, ശാരീരികമായ വേദനപ്പെടുന്ന എല്ലാ രോഗാതുരമായ സ്ഥലങ്ങളിലും നിങ്ങളുടെ കൈകളെ വെക്കുക. കൈകൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യപ്പെടുത്തുന്നത് കൃപാസനത്തിന് കർത്താവ് തന്ന ഒരു പുണ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എവിടെയെല്ലാം നിങ്ങൾക്ക് വേദനയുണ്ടോ, കഴുത്തിലെ വേദന, സ്പണ്ടിലോസിസിൻ്റെ വേദന, അവന് തൈറോയിഡിൻ്റെ വേദന, ടോൺസിലിൻ്റെ വേദന, സാധാരണ തൊണ്ട അഴുക്കലുണ്ടാകുന്ന വ്യക്തിയാണോ നീ? ചിലപ്പോൾ തലനീരിറങ്ങി അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ അത് കോവിഡിന് ലക്ഷണമായിട്ട് നീ വിഷമിക്കുകയും ചെയ്യാറുണ്ട്. തലയിലും തലനീറിറങ്ങുന്നവർ തലയിലും കൈവെക്കേണ്ടതാണ്. തലനീറങ്ങണത് ചെറിയ രോഗമല്ല, വലിയ രോഗമാണ്. അത് വലിയ കാലേ വരെ അത് നീരിറങ്ങി വരും. അത് നെട്ട് നടുവലിന് നീരിറങ്ങി വീഴും. അത് കഴുത്തിൽ നീരിറങ്ങി വീഴും. തലേന്ന് അത് തുടങ്ങണം. ശരിക്കും ആയുർവേദ പ്രകാരം തലേന്ന് തുടങ്ങണ നീരാണത്. അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളെ കൈ പൊക്കാൻ പാരാത്തവരുണ്ടാകും. കാല തളർന്നിരിക്കുന്ന ആൾക്കാരുണ്ടാകും. തളർന്ന പോലെ തോന്നുന്ന ആൾക്കാരുണ്ടാകും. അവരെല്ലാം തലയിലാണ് കൈവെക്കേണ്ടത്. പതകിന് നീര് കെട്ടി കിടക്കുന്ന ആൾക്കാരുണ്ട്. പതകിന് നീര് വെച്ച് പൊട്ടണവരുണ്ട്. നീര് പൊട്ടെന്ന് പറയത്തില്ലേ, അതുപോലെ പൊട്ടണവരുണ്ട്. അവിടെ എല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക.
കർത്താവ് വല്ലാത്ത ഉറക്കമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഉറക്കമില്ലാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഉറക്കം വരാത്തവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, സ്വരം കേൾക്കുമ്പോൾ പേടിയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, വിജയമായ സ്ഥലം കാണുമ്പോൾ പേടിയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഇരുട്ട് കാണുമ്പോൾ പേടിക്കുന്നവരെ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭയങ്ങളുള്ളവരെ ഒക്കെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കണ്ണിന് കാഴ്ച കുറവുള്ളവരെ ഒക്കെ കർത്താവ്, ശരീരം മുഴുവൻ ഊത്തലുള്ളവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവരെല്ലാം സ്പർശിക്കണം. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തുന്ന കർത്താവെ, വീണ്ടും കർത്താവെ നിൻ്റെ പഞ്ചക്ഷതങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കണം ഈശോയെ. നിൻ്റെ കരചരണങ്ങളെ ആണിപ്പഴുതുകളെ അനുസ്മരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കണം കർത്താവെ. ഈശോ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പം മഹത്വപ്പെടുത്തണമേ കർത്താവെ. നിൻ്റെ തിരുവിലാലം മുറിവിനെ ആസ്പദമാക്കിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കണം കർത്താവെ. ഈശോ സർവാംഗം ചമ്മട്ടടിയേറ്റ് നിൻ്റെ ശരീര ചോരപ്പാടുകളെ അനുസ്മരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആ വിശുദ്ധമായ രക്തം കർത്താവ് ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളെ കർത്താവ് അങ്ങ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, തീരവേദനകൾ ഇപ്പോൾ സ്പർശിച്ചുകൊണ്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ രോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ ചോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇപ്പോൾ ആശീർവാദം സ്വീകരിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.